ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ കുക്ക് ടോപ്പ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ഹാഫ് സവാള നീളത്തിലരിഞ്ഞത്, ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങക്കായ, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, വാഴയ്ക്ക, 2 പച്ചമുളക്. ഇതെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 കപ്പ് പുളി പിഴിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ച് അടുപ്പിൽ നിന്നും മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 4-5 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കുക. കായത്തിന്റെ പൊടിയല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കായം ഇതിന്റെ കൂടെ ചേർത്ത് വറുക്കണം. ഞാൻ കായത്തിന്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. ബ്രൗൺ കളർ ആയാൽ തേങ്ങ പാനിൽ നിന്ന് മാറ്റിയ ശേഷം അരച്ച് മാറ്റി വെക്കുക. ഇനി ഒരു വഴുതിന നീളത്തിലരിഞ്ഞത്, 3 വെണ്ടയ്ക്ക, 1 തക്കാളി എന്നിവ നേരത്തെ വേവിച്ച് മാറ്റിവെച്ച കുക്കറിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. വെജിറ്റബിൾസ് വെന്തതിനു ശേഷം 1/2 ടീസ്പൂൺ കായം പൗഡർ ആഡ് ചെയ്യുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കായം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു മിനിറ്റ് കുക്ക് ചെയ്തതിനു ശേഷം നേരത്തെ അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ മല്ലിയില അരിഞ്ഞത് ചേർത്തിളക്കുക. ഒന്നുകൂടി ചൂടായാൽ അടുപ്പിൽ നിന്നും മാറ്റിവെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് എന്നിവ ചേർത്ത് താളിച്ചെടുക്കുക. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച സാമ്പാറിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.